Good morning, everyone. Good morning. Good morning, ma'am. ma'am. Good morning, ma'am. Good morning. Okay, എന്താണ് സ്ട്രെങ്ത് കുറഞ്ഞു വരാണോ? അല്ല അതുകൊണ്ടൊക്കെയാ എല്ലാവരും. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. യെസ് മാം. മാം ഞാനാണ് പ്രേയറെ. ഓക്കെ, കൈവല്യ ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. കൈവല്യ ദീപത്തെ കാത്തരുളിടുന്ന കൈതവമില്ലാത്ത ദൈവമേ നീ അജ്ഞരാം ഞങ്ങളെ വിജ്ഞരാക്കേണമേ വിജ്ഞാന സാഗര സർവേശ്വര. ഉത്തമ ഭാവന ഞങ്ങൾക്കു നൽകിയിട്ട് ഉത്തമന്മാരാക്കി മാറ്റിയിടണേ. ലോകാധിനാഥ നിന്മാനസം ഞങ്ങളിൽ പാരമ്പതിപ്പിച്ചു കാത്തിടണേ. കൈവല്യ ദീപത്തെ കാത്തരുളിടുന്ന കൈതവമില്ലാത്ത ദൈവമേ നീ അജ്ഞരാം ഞങ്ങളെ വിജ്ഞരാക്കേണമേ വിജ്ഞാന സാഗര സർവേശ്വര. താങ്ക് യു മാം. ഓക്കെ, then thought of today. Morning. Thought of today ഒന്നുമില്ലേ? ഉണ്ട് ഉണ്ട് ഉണ്ട്. എല്ലാരും ജോയിൻ ആകത്തോണ്ടാന്ന് തോന്നുന്നു. ഞാൻ തന്നെ പറയട്ടെ. ഗുഡ് മോർണിംഗ് മാം. വി ഫിയർ ദ ഫ്യൂച്ചർ ബിക്കോസ് വി ആർ വേസ്റ്റിംഗ് ടുഡേ. താങ്ക് യു മാം. ഓക്കെ, സോ ഇന്ന് ഇംഗ്ലീഷ് ക്ലാസ് ആണെന്ന് അറിഞ്ഞിരുന്നില്ല എല്ലാവരും? അറിയായിരുന്നു, ഞാൻ ഇൻഫോം ചെയ്തിരുന്നു. അറിഞ്ഞിട്ടുണ്ട്. സോ പ്രിപ്പയർഡ് ആണല്ലോ? യാ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കോൺകോർഡ് ആണ്, അറിയാം, റൂൾസ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതില് 11th റൂൾ എടുക്കേണ്ടത് തമന്നയാണ്. തമൻ ഇന്ന് ക്ലാസ്സിൽ അബ്സെന്റ് ആണ്. സോ തമൻ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ പറയും. ഓക്കെ, സോ അതുകൊണ്ട് നമുക്ക് 12 തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആരൊക്കെയാണ് 12, 13, 14, 15 ഒക്കെ ഉണ്ടോ ക്ലാസ്സില്? ഉണ്ടോ? ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്തോളൂ. നിങ്ങൾക്ക് തന്നെ അറിയാലോ, 12 കഴിയുമ്പോ 13 പറയാം, 14 പറയാം. നമുക്ക് പെട്ടെന്ന് തീർക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, അത് പറഞ്ഞ് സ്പീഡിൽ പോവണ്ട, മനസ്സിലാക്കി പഠിച്ച് പോവാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. അപ്പൊ 12 ആരാണ്? റൂൾ നമ്പർ 12 ആർക്കാണ് തന്നത്? റൂൾ നമ്പർ 12 മാം 12 ഞാനാണ് മാം. Good morning, ma'am. ഗുഡ് മോർണിംഗ് ജോലി. ഓക്കെ, അപ്പോ റോൾ നമ്പർ 12 ജ്യോതിയാണ്. യെസ്, ജ്യോതി പറഞ്ഞോളൂ. ജ്യോതി പറഞ്ഞതിന് ശേഷം റോൾ നമ്പർ 13 ആരണോ അവര് സ്റ്റാർട്ട് ചെയ്യാട്ടോ. 11 തമന്നയാണ്. സോ തമന്ന അടുത്ത ക്ലാസ്സിൽ വരുമ്പോ പറയും. ഓക്കെ, മാം 12 പറഞ്ഞിട്ടേ 13 പറയുന്ന അങ്ങനെയുണ്ടോ മാം? ഞാൻ 13 പറഞ്ഞോട്ടെ, അപ്പോഴേക്കും ഇവിടെ ഒരു സാൻഡ്വിച്ച് ഇടാനുള്ള ഒരു 5 മിനിറ്റ് ആകും. അത് സോറി മാം, 13 കഴിഞ്ഞിട്ട് ഞാൻ 12 പറയാം. ഓക്കെ ഓക്കെ. 12 ആരെങ്കിലും ഉണ്ടോ? 12 ഞാൻ 13 മാം. 13 ആണ്. 13 ആണോ? മനസ്സിലായില്ല. 13 രണ്ടുപേരാണോ ഗ്രൂപ്പാക്കിയത്? അല്ല, ഞാനല്ലേ 13 പറഞ്ഞ. ജ്യോതി 12 ആണ്. ഞാൻ 12 ആണ് മാം. 13 കഴിഞ്ഞിട്ട് ഞാൻ 12 പറയട്ടെ എന്ന് ചോദിച്ചതാണ് മാം. ഒരു ഓക്കെ മാം, താങ്ക് യു. അപ്പൊ ആയിഷ 13 പറയൂ. ഞാൻ പറയാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇവിടെ 13th റൂൾ എന്ന് പറയുന്നത് ഇപ്പൊ റിയൽ സബ്ജക്റ്റ് സിംഗുലർ ആവുമ്പോ നമ്മൾ വേർബും സിംഗുലർ ആവും. അതുപോലെ റിയൽ സബ്ജക്റ്റ് പ്ലൂരൽ ആവുമ്പോ വേർബും പ്ലൂരൽ ആവും.
അതുപോലെ ഇവിടെ നമ്മൾ പൊതുവെ 13th റൂള് there ആണ് അല്ലെങ്കിൽ there ആണ് നമ്മൾ യൂസ് ചെയ്യുക. there എന്ന് പറയുന്നത് ഇൻട്രൊഡക്ടറി വേർഡ് ആണ്. thereന് ശേഷമാണ് വേർബ് യൂസ് ചെയ്യുക. അത് പ്ലൂറൽ ആവാം സിംഗുലർ ആവാം. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത് there is a boy in the class. ഇവിടെ റിയൽ സബ്ജക്ട് എന്ന് പറയുന്നത് എന്താണ്? ബോയ് ആണ് അല്ലെ? ബോയ് റിയൽ സബ്ജക്ട് ആകുമ്പോൾ അതെന്താ? സിംഗുലർ ഫോം ആണ്. അതുകൊണ്ട് തന്നെ വേർബ് എന്തായിരിക്കും? വേർബ് എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. അതുപോലെ there are some boys in the class. അവിടെ സബ്ജക്ട് എന്താണ്? പ്ലൂരൽ ആണ്. അതുകൊണ്ട് വേർബ് എന്തായിരിക്കും? പ്ലൂരൽ ആവും. വേർബ് പ്ലൂരൽ നമുക്കറിയാം ആറായിരിക്കും വരിക. ഒന്നെങ്കിൽ ഈസ്, പൊതുവെ നമ്മൾ ഇതിൽ കാണുന്ന thereന് ശേഷം ഈസ് അല്ലെങ്കിൽ ആറ് വരുന്നതാണ്. there is അല്ലെങ്കിൽ there are. ഇപ്പൊ ഫോർ എക്സാമ്പിൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ there is a cat in the garden. അതിൽ സബ്ജക്ട് ഏതാ? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? there is a cat in the garden. അതിൽ സബ്ജക്ട് ഏതാ വരുന്നേ? സബ്ജക്ട് കാറ്റ് അല്ലേ സബ്ജക്ട്? ഓക്കെ, കാറ്റ് ആണ് സബ്ജക്ട് അല്ലെ? അപ്പൊ വേർബ് എന്താണ്? ഈസ്. അതുകൊണ്ട് എന്ത് വരുന്നു? ഈസ് വരുന്നു. ഇനി അങ്ങനെയാണെങ്കിൽ there are 3 cats in the garden. അപ്പൊ അവിടെ വേർബ് വരുന്നത് ആറാണ് അല്ലെ? അപ്പൊ സബ്ജക്ട് എന്താ? കാരണം അവിടെ കാറ്റ്സ് വരുന്നോണ്ടാണ്. നമ്മൾ ഒന്നിൽ കൂടുതൽ വരുമ്പോ അത് പ്ലൂറൽ ആയിരിക്കും അല്ലെ? അതുകൊണ്ട് തന്നെ അവിടെ എന്ത് വരും? 6 വരും. ഓക്കെ ആണോ? ഓക്കെ ആണ്. താങ്ക് യു. 13th പറയുന്നത് ഒബ്സർവീസ് ആണ് കേട്ടോ. ഓക്സിലറി വേർബ് ആണ്, പ്ലൂറൽ ആണോ സിംഗുലർ ആണോ നോക്കേണ്ടത്. സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് ഒബ്സർവീസ് പ്ലൂറൽ ആണോ സിംഗുലർ ആണോ നോക്കാം. ദാറ്റ്സ് ഓൾ. ഓക്കെ ഐഷ. നെക്സ്റ്റ് ജ്യോതി. ഓക്കെ ആയോ? ഓക്കെ മാം. പറഞ്ഞോളൂ. Okay. When words referring to money, distance, weight, etc. are taken as a unit, we must use a singular verb. പണം, ദൂരം, ഭാരം മുതലായവ സൂചിപ്പിക്കുന്ന ഒരു വാക്കുകൾ യൂണിറ്റായി എടുക്കുമ്പോൾ അത് സിംഗുലർ വെർബായി മാറും. സിംഗുലർ വെർബായിട്ട് കണക്കാക്കണം. അതായത് ഒറ്റ യൂണിറ്റ് ആയിട്ട് അതായത് മണി എന്ന് പറയുന്നത് പ്ലൂറൽ ആയിരിക്കും. പക്ഷെ അതിൽ 100 റുപ്പീസ് എന്നൊക്കെ പറയുമ്പോൾ അത് ഒറ്റ യൂണിറ്റ് ആയി ഒരു ഇതായിട്ട് മാറുമ്പോൾ അത് സിംഗുലർ വെർബായിട്ട് എടുക്കുന്നു. 100 rupees ഈസ് നോട്ട് എ ബിഗ് amount. 100 രൂപ ഒരു വലിയ തുകയല്ല. അതായത് ഒരു 100 എന്ന് പറയുമ്പോൾ അവിടെ റുപ്പീസ് എന്ന് പറയുന്നത് വെർബ് സിംഗുലർ വെർബായിട്ട് അവിടെ റുപ്പീസ് എസ് ചേർത്തിട്ട് റുപ്പീസ് ആക്കി മാറും. ഇങ്ങനെയല്ല മാം. എനിക്ക് അത്ര ഇത് എടുക്കാൻ പറ്റില്ല. പെട്ടെന്ന് ഇന്നാണ് ക്ലാസ് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ഇതാക്കാൻ പറ്റിയില്ല. ജ്യോതിക്ക് എന്താ മനസ്സിലായെന്ന് പറഞ്ഞേ? എനിക്ക് ഇങ്ങനെയാണ് മനസ്സിലായത്. അതായത് ദൂരം, ഭാരം, ഡിസ്റ്റൻസ് ഇങ്ങനത്തെ ഉപയോഗിക്കുമ്പോ നമ്മള് ഇതിന് ശേഷം വരുന്ന വെർബ് എന്ന് പറയുന്നത് സിംഗുലർ വെർബ് ആയിരിക്കും. കറക്റ്റ് അല്ലേ മാം? ഓക്കെ. അപ്പൊ മണി, എനിക്ക് ജ്യോതി പറഞ്ഞതിന് പറയാനുള്ളൂ. മണി, ഡിസ്റ്റൻസ് ഇതൊക്കെ വരുമ്പോൾ 100 റുപ്പീസ് കേൾക്കുമ്പോൾ റുപ്പീസ് ആണെങ്കിൽ അത് ഈസ് ആണ് വരാം. അവിടെ ഒരിക്കലും നമ്മൾ ആറ് യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ 80 അവേഴ്സ്, ടൈമിംഗ് ആണെങ്കിലും കിലോമീറ്റർ ആണെങ്കിലും വെയിറ്റ് ആണെങ്കിലും കിലോസ് ആണെങ്കിലും ഒക്കെ വരുന്നത് എന്താണ്? സിംഗുലർ ആയിരിക്കും. ഓക്കെ, വേർബ് സിംഗുലർ ആയിരിക്കും. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ 12th റൂൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, യാ. സോ നെക്സ്റ്റ് 14. ഞാനാ മാം. ഗുഡ് മോർണിംഗ് മാം. മോർണിംഗ് ടു ഓൾ. ഞാൻ പറയുന്നത് റൂൾ നമ്പർ 14 ആണ്. ഇത് നോർമലി യൂസ് ചെയ്യുന്നത് ജോഡി ആയിട്ട് ഉപയോഗിക്കുന്നതിനാണ് നോർമലി യൂസ് ചെയ്യുന്നത്. അതായത് 2 പേഴ്സ് പ്ലൂറൽ വേർബും ആണെങ്കിൽ പ്ലൂറൽ സബ്ജക്റ്റും ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതായത് ടെക്സ്റ്റിൽ കുറെ എക്സാമ്പിൾസ് ഉണ്ട്. ബൈനോക്കുലേഴ്സ്, ക്ലോത്ത്സ്, കൺഗ്രാറ്റുലേഷൻസ്, ഡാമേജസ്, ഏർണിംഗ്, ഗ്ലാസസ്,
ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഇതെല്ലാം ജോഡിയായിട്ട് ഉപയോഗിക്കുന്ന ഇതാണ്. അതിനെ ഉപയോഗിക്കുക പ്ലൂരൽ വേർബ് ആയിരിക്കും. അതെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ മൈ പാൻസ് ആർ ഡേർട്ടി. അപ്പൊ അവിടെ പാൻസ് എന്നുള്ളത് പേഴ്സ് ആയിട്ട് പറയുന്ന ഒരു വേർഡാണ്. അപ്പൊ അതിന് പ്ലൂരൽ വേർബ് ആയിരിക്കും ഉപയോഗിക്കുക. ചില സമയത്ത് സിംഗുലർ വേർബ് യൂസ് ചെയ്യും. അതെങ്ങനെയാന്ന് വെച്ചാല് ഇപ്പോ കണ്ണട രണ്ട് തുല്യ ഭാഗങ്ങൾ ഉണ്ടാവൂലേ, അത് ചേർന്ന് വരുന്ന വസ്തുക്കളെ സൂചിപ്പിക്കാന് ഇത് സിംഗുലർ വേർബാണ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ദർ ഈസ് എ ന്യൂ പെയർ ഓഫ് സ്പെക്സ് ഓൺ ദി ടേബിൾ. അതായത് മേശപ്പുറത്ത് പുതിയ ജോഡി കണ്ണട ഉണ്ട് എന്നാ പറയുന്നത്. അത് അതിൽ ഓഫ് എന്ന യൂസ് ചെയ്യുന്നതുകൊണ്ട് ഏകവചനം തന്നെയായിരിക്കും ഉപയോഗിക്കുക. സിംഗുലർ വെർബായിരിക്കും അതിന് യൂസ് ചെയ്യുക ചില സന്ദർഭങ്ങളിൽ മാത്രം. ശരിയാ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. അവരുടെ ക്ലാസ് എടുക്കുമ്പോ മനസ്സിലായില്ലെങ്കിൽ ഇല്ലാന്ന് പറയാ, അല്ലെങ്കിൽ ഇല്ലെന്ന് പറയാ. ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കുകയും ചെയ്യും. അവരോട് തന്നെ ചോദിക്കാം. ഇപ്പൊ എക്സാമ്പിൾസ് കൂടുതൽ വേണമെങ്കിൽ ഞാൻ തരാം. ഇപ്പൊ യുവർ പാൻസ് ഫിറ്റ് പെർഫെക്റ്റ്ലി, അത് പ്ലൂരലാണ്. പാൻസ് എന്ന് വന്നുകൊണ്ട്. പിന്നെ മൈ ഷൂസ് ആർ സ്മോൾ ഇൻ കമ്പാരിസൺ വിത്ത് മൈ സിസ്റ്റേഴ്സ്, അതിൽ ഷൂസ് എന്നുള്ളത് പെയർസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാ. അപ്പൊ 6 പ്ലൂരൽ ആയിരിക്കും. പിന്നെ കണ്ണടക്കും പാന്റിന് അങ്ങനത്തേനെല്ലാം ഉപയോഗിക്കുന്ന അതിന്റെ ശേഷം, അതായത് ഓഫിന് മുന്നേ വരുന്ന വേർഡ്സ് നോക്കണം. ഇപ്പൊ പെയർസ് ആണോ പെയർ ആണോ എന്നുള്ളത് നോക്കണം. എന്നിട്ട് അത് സിംഗുലർ ആണോ യൂസ് ചെയ്യേണ്ടത് പ്ലൂരൽ ആണോ യൂസ് ചെയ്യേണ്ടത് നോക്കണം. മനസ്സിലാകുന്നുണ്ടോ? റെസ്പോണ്ട് ചെയ്യട്ടോ എല്ലാവരും. മനസ്സിലാവുന്നുണ്ട്. എന്താ ഇതില് കാര്യമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചാല് പെയർസ് ആയിട്ട് ജോഡികൾക്ക് ഉപയോഗിക്കുന്നതാണ് ഈ റൂൾ നമ്പർ 14. പിന്നെ ചില സന്ദർഭങ്ങളിൽ മാത്രം ഓഫ് വരുന്ന ജോഡികളുണ്ട്. അതായത് കണ്ണട അങ്ങനത്തേനെല്ലാം വരുന്ന മാത്രം അതിന് സിംഗുലർ വെർബ് യൂസ് ചെയ്യും. ഇത്രയാ മനസ്സിലാക്കാനുള്ളൂ. അതായത് പെയർ ആണെങ്കിൽ പ്ലൂരൽ വേർബ് ആയിരിക്കും. ജോഡിയായിട്ട് ഇപ്പോ 2 സംഭവം ഇത് വരുന്നതാണെങ്കിൽ ഇപ്പൊ ജോഡി സോറി പെയർ ആണെങ്കിൽ പ്ലൂരൽ വേർബ്, അല്ലെങ്കിൽ സിംഗുലർ, അങ്ങനെയാണോ? നോർമലി ഇത് പെയർസിന് തന്നെ പറയുന്നത്. അതായത് ജോഡിയായി ഉപയോഗിക്കുന്ന നാമങ്ങൾക്ക് മാത്രം അതിന് പറയുന്നത് പ്ലൂരൽ വെർബാണ് ഉപയോഗിക്കുക, ജോഡിക്ക് പറയുന്നത്. പിന്നിപ്പോ സോറി, അതായത് കണ്ണടക്ക് 2 ഭാഗങ്ങളുണ്ട്, തുല്യ ഭാഗം. കണ്ണടക്ക് അപ്പുറം ഇപ്പുറം ഒരേപോലത്തെ ഭാഗങ്ങളാ. അപ്പൊ അത് പെയർസ് ആണ്. പക്ഷെ അത് പേഴ്സ് എന്നാണോ പറയുന്നത്? അങ്ങനെയല്ല, ചില സന്ദർഭങ്ങളിൽ മാത്രം ഈ തുല്യ ഭാഗങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ സിംഗുലർ വെർബായിരിക്കും അതിന് യൂസ് ചെയ്യേണ്ടത്. ഓഫ് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോ ഈ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നില്ലേ, ദർ ഈസ് എ ന്യൂ പെയർ ഓഫ് സ്പെക്സ് ഓൺ ദി ടേബിൾ. ഇപ്പൊ പെയർ ഓഫ് വന്നില്ല. മനസ്സിലാവുന്നുണ്ടാ? ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല? ക്ലിയർ? ഇപ്പൊ റൂൾസ് പറയുന്നവര് നിങ്ങളൊക്കെ ടീച്ചേഴ്സ് ആണ് കേട്ടോ. ടീച്ചേഴ്സ് ആയിട്ടാണ് ക്ലാസ് എടുക്കുക. അപ്പൊ മനസ്സിലായല്ലോ, ഡൗട്ട്സ് ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ തന്നെ ചോദിച്ച് ക്ലിയർ ആക്കണം. എല്ലാവരും അത് റെസ്പോണ്ടിങ് ചെയ്യണം. ഓക്കെ? ഓക്കെ മാം. ഓക്കെ മാം. 14 ക്ലിയർ ആയല്ലോ. ഇത് 2 പാർട്സ്. ഇപ്പോ കണ്ണട എന്ന് പറയുമ്പോൾ 2 സൈഡ്സ് ഉണ്ട് അല്ലെ? അത് 2 ജോഡിയാണ്, ഒരു ജോഡിയാന്ന് പറയും. 2 ജോഡി എന്ന് പറയുന്നത് 2 ജോഡി ആണെങ്കിൽ ഓരോ പെയർ ആയിരിക്കും. ഇങ്ങനെ 2 ജോഡി വരാം അല്ലെ? അപ്പൊ ഒരു ജോഡി എന്ന് പറയുന്നതാണെങ്കിൽ എന്താണ്? 2 പാന്റ് ആണെങ്കിൽ 2 സൈഡ് അല്ലേ, 2 കാലുകളുണ്ട് പാന്റിന്. സിസേഴ്സ് ആണെങ്കിൽ 2 കാലുകളുണ്ട്. ക്ലോത്ത്സ് ആണെങ്കിൽ അല്ലെ? ഇതൊക്കെ എന്താണ്? ഇയറിങ്സ് 2 പെയർ. അത് പെയർ ആണ്. ഒരു കംപ്ലീറ്റ് നമുക്ക് ഇടാൻ പറ്റോ? ഇല്ല, അതിന്റെ പെയർ കിട്ടണം എന്നാലേ കംപ്ലീറ്റ് ഇടാൻ പറ്റും. സോ അങ്ങനെ വരുന്നത് പ്ലൂറലാണ്. ഒരു ജോഡി ഡ്രസ് എന്ന് പറയുന്ന പോലെയാണോ? 2 ഇപ്പൊ പാന്റ് ഷർട്ടും കൂടി ചേർത്തിട്ട് ഒരു ജോഡി എന്ന് പറയില്ലേ, അതാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയാണോ? ആ, അതുപോലെ പാന്റ് ആണെങ്കിൽ പോലും പാന്റിൽ 2 കാലുകളുണ്ട്. അങ്ങനെയും നമ്മൾ പ്ലൂറലായിട്ട് കാണും. സിസേഴ്സ് ആണെങ്കിലും 2 കാലുകളുണ്ട്. മനസ്സിലായോ?
അവർ രണ്ടും ഒരുമിച്ച് വരുമ്പോഴാണ് അതൊരു ജോഡി, അതൊരു ഒരു പെയർ ആകുക അല്ലെ. ഇപ്പൊ ചുരിദാറൊക്കെ ആണെങ്കിൽ 3 പീസസ് അല്ലേ, എന്നിട്ട് അതൊരു ജോഡി എന്ന് പറയുന്ന പോലെ അല്ലേ? അതെ, ഇതൊക്കെ പ്ലൂറൽസ് ആണ്. പിന്നെ അത് സിംഗുലർ ആയിട്ട് വരുമ്പോ ഒരു പെയർ എന്നാണ് പറയാം. ഒരു പെയർ എന്ന് പറയുമ്പോൾ സിംഗുലർ ആയിട്ട് മാറും, അത്രയും. ഓക്കെ, ക്ലിയർ? ഇനി റൂൾ നമ്പർ 50. ഞാനാണ് മിസ്. ഓക്കെ, ടെക്സ്റ്റില് ഇതില് കോമൺ നൗണ് വരുമ്പോ എങ്ങനെയാണ് വെർബ് യൂസ് ചെയ്യുന്നതാണ് തെറ്റുണ്ടെങ്കിൽ പറയണം. കോമൺ നൗൺസ് ഇതിൽ കുറച്ച് തന്നിട്ടുണ്ട് ടെക്സ്റ്റില്. ബറാക്സ്, ഗാലോസ്, ഹെഡ് ക്വാർട്ടേഴ്സ്, ഇന്നിങ്സ്, മീൻസ്, സീരീസ്, സ്പൈസീസ്, വർക്ക്സ്, ആംസ്, വെയർ അബൌട്ട്. ഇതൊക്കെ വരുമ്പോ എങ്ങനെയാണ് വെർബ് യൂസ് ചെയ്യാന്നുള്ളതാണ്. ബറാക്സ് മീൻസ് എന്താ, സൈനിക താമസ സ്ഥലം അല്ലെങ്കിൽ ആളുകൾ താമസിക്കുന്ന കെട്ടിടം, അങ്ങനെയൊക്കെ പറയാം. അതിന് ഒരു എക്സാമ്പിള്, ബറാക്സ് ഈസ് എംപ്റ്റി. സൈനിക കെട്ടിടം ശൂന്യമാണ്. അപ്പൊ അവിടെ ബറാക്സ് എന്ന് വന്നപ്പോ ഈസ് ആണ് വന്നത്, ഈസ് എന്ന വെർബാണ് വന്നത്. ആറ് വരുമ്പോ ദ ബറാക്സ് ആർ വെൽ മെയിൻറ്റൈൻഡ്. സൈനിക കെട്ടിടങ്ങൾ നന്നായി പരിപാലിക്കപ്പെടുന്നു. അപ്പൊ സൈനിക കെട്ടിടങ്ങൾ എന്ന് വന്നപ്പോ ദ ബറാക്സ് എന്ന് വന്നപ്പോ ആറാണ് വെർബ് യൂസ് ചെയ്തത്. മനസ്സിലായോ? എക്സാമ്പിൾ മനസ്സിലായോ? ഇല്ലടാ, ഒന്നുകൂടി പറയാം. ഒന്നുകൂടെ പറഞ്ഞു. ബറാക്സ് ഇതില് കോമൺ നൗൺസ് ആണ് നമുക്ക് റൂളിൽ വരുന്നത്. കോമൺ നൗൺസ് കുറച്ച് ഇതിൽ വരുന്നുണ്ട്. റേഞ്ച് കുറവാന്ന് തോന്നുന്നുണ്ടോ? ക്ലിയർ ആവില്ല. വോളിയം ക്ലിയർ ആകുന്നില്ല. റേഞ്ച് ചെക്ക് ചെയ്യണേ. ഹലോ, ഒരു കാര്യം ചെയ്യൂ, സൈഡിന്റെ ക്യാമറ ഓഫ് ചെയ്തോളൂ കേട്ടോ, ചിലപ്പോ അതുകൊണ്ടായിരിക്കാം മേ ബി. ഓക്കെ. ഇനി ഒന്ന് പറഞ്ഞു നോക്കിയേ. റൂൾ നമ്പർ 15, പേജ് നമ്പർ 72. കണ്ടോ എല്ലാരും? ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ. ഇതില് കോമൺ നൗൺസ് വന്നാല് എങ്ങനെയാണ് വെർബ് യൂസ് ചെയ്യാന്നുള്ളതാണ്. കോമൺ നൗൺസ് ഇതിൽ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. ഇത് കുറച്ച് എന്താ പറയാ, നമ്മൾ കൂടുതൽ അങ്ങനെ നല്ല പരിചയമുള്ള വേർഡ്സ് അല്ല, കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വേർഡ്സ് ആണ്. ഇതിന്റെ മീനിങ് വേണമെങ്കിൽ എഴുതി വെക്കാട്ടോ എല്ലാവർക്കും. ഫസ്റ്റ് ബറാക്സ് ആണ്, സൈനികരുടെ താമസ സ്ഥലം, അതായത് ആളുകൾ താമസിക്കുന്ന ഒരു കെട്ടിടം ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എക്സാമ്പിൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് ഒന്നുകൂടെ മനസ്സിലാവുമല്ലോ. ബറാക്സ് ഈസ് എംപ്റ്റി എന്ന് പറഞ്ഞാല് സൈനിക കെട്ടിടം ശൂന്യമാണെന്നല്ലേ. അപ്പൊ ബറാക്സ് ഈസ്, അവിടെ ഈസ് ആണ് വന്നത്, ഈസ് എന്ന വെർബാണ് യൂസ് ചെയ്തത്. അതേപോലെ ആറ് യൂസ് ചെയ്യുമ്പോൾ സെന്റൻസ് എങ്ങനെ മാറും നോക്കാം. ദ ബറാക്സ് ആർ വെൽ മെയിൻറ്റൈൻ, സൈനിക കെട്ടിടങ്ങൾ നന്നായി പരിപാലിച്ചിരിക്കുന്നു. അപ്പൊ ബറാക്സ്, ദ ബറാക്സ് എന്ന് വന്നപ്പോ ആറാണ് വെർബ് യൂസ് ചെയ്തത്. ഇപ്പൊ മനസ്സിലായോ? ബറാക്സ് എസ് കെട്ടിടങ്ങൾ ഉദ്ദേശിച്ചപ്പോ പ്ലൂറൽ വെർബ് വന്നോന്നല്ലേ മീൻ ചെയ്യണേ? ഓക്കെ ഓക്കെ. അതേപോലെ തന്നെ ക്രോസ് റോഡ് പറയുന്ന 4 റോഡ് കൂടുന്ന സ്ഥലം, വഴിത്തിരിവ് ഒക്കെ പറയില്ലേ, അതാണ് ക്രോസ് റോഡ്. അത് വരുമ്പോഴും ഇതേപോലെ ഈസും ആറും യൂസ് ചെയ്യുന്നുണ്ട്. ഹെഡ് ക്വാർട്ടേഴ്സ്, ഗാലോസ്, ഇന്നിങ്സ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ക്രിക്കറ്റിന്റെ ആണ് കേട്ടോ. പിന്നെ ഹെഡ് ക്വാർട്ടേഴ്സ് പറഞ്ഞാൽ മുഖ്യ ഓഫീസാണ്. ഇതൊക്കെ വരുമ്പോ ഈസും ആറും യൂസ് ചെയ്യുന്നുണ്ട്. ഇത് എങ്ങനെയാണെന്നല്ല, ഇപ്പൊ ഒരു മിനിറ്റ്, ദിസ് സീരീസ് ഈസ് ഇൻട്രസ്റ്റിംഗ്, ഈ പരമ്പര രസകരമാണ്. സീരീസ് ഇതിൽ വരുന്ന ഒരു കോമൺ നൗൺ ആണ്. അപ്പൊ അവിടെ ഈസ് വന്നു, ഈ പരമ്പര രസകരമാണ്. ദിസ് സീരീസ് എന്നാ വന്നത്. നേരെ മറിച്ച് മെനി സീരീസ് എന്നാണ് വന്നതെങ്കിൽ അപ്പൊ എന്തായി, നിരവധി പരമ്പരകളായി. അപ്പോ അത് അവിടെ എന്ത് യൂസ് ചെയ്യും, ആറ് യൂസ് ചെയ്യും. അത് മനസ്സിലായോ? അതേപോലെ സ്പൈസീസ് എന്ന് പറയുന്നത്
ജീവികളുടെ ഒരു വിഭാഗത്തിനാണ് നമ്മൾ അങ്ങനെ പറയുന്നത് കോമൺ നൗൺ ആയിട്ട്. അതിന്റെ കൂടെ ഇപ്പൊ സെവറൽ സ്പൈസീസ് എന്ന് പറഞ്ഞാൽ ഈസ് വരുമോ ആറ് വരുമോ? സെവറലായതുകൊണ്ട് 6. ആറ്. ദാറ്റ് സ്പൈസീസ് ഡാഷ് സ്പീഷീസ് ആണോ സ്പൈസീസ് ആണോ? സ്പീഷീസ് അല്ലേ? സ്പീസീസ് ആണ് കേട്ടോ, സോറി. ദാറ്റ് സ്പീസീസ് എന്ന് പറഞ്ഞാൽ അപ്പൊ ഈസ് വരുമോ ആറ് വരുമോ? ഈസ് വരും. അപ്പൊ മനസ്സിലായല്ലോ. ഇതേപോലെ ഇതിൽ വന്ന കോമൺ നൗൺസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഈസും ആറും വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് മാറണേന്ന് മനസ്സിലായോ? നൗൺ നോക്കിയിട്ടാണല്ലേ അത് പറയുന്നത്. നൗൺ സബ്ജക്റ്റ് പ്രോപ്പർ ആണെങ്കിൽ ഈസും കോമൺ ആയിട്ട് പറയുമ്പോ ആറും, അങ്ങനെയാണോ? സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ, അങ്ങനെയാണ്. അതിപ്പോ ഈ പറഞ്ഞ എല്ലാ കണ്ടീഷനിലും കാണുന്നുണ്ട്. സെപ്പറേറ്റ് വേർഡ്സ് ഇപ്പൊ ഈ മെനി സീരീസ് പറഞ്ഞ പോലെ അങ്ങനെ എന്തെങ്കിലും ഒരു വേർഡ് ആണോ ഇതിൽ വേണ്ടത്? അത് നമ്മൾ ഒരു സ്ഥലമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എന്താ, അത് ഒന്നിൽ കൂടുതലായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ കാണുന്നത് ഒരു സ്ഥലമായിട്ടാണ് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ബറാഖ് എന്ന് പറയുന്നത് എന്താണ്, സൈനിക താമസ സ്ഥലമാണ്. അപ്പൊ അവിടെ ഈസ് വന്നു. പിന്നെ ബറാഖ് എന്ന് വന്നപ്പോ 6 വന്നില്ലേ? അപ്പൊ അത് ഒന്നിൽ കൂടുതലായിട്ട് കാണുന്നോണ്ടല്ലേ അല്ലേ മിസ്? മിസ്സേ, ഓക്കെ, ഈസ് മാർഗം ഇപ്പൊ സിംഗുലറും പ്ലൂറലും ഓക്കെ. അതല്ലാണ്ട് ഇപ്പൊ ഈ പറയുന്ന റൂളില് മിനി യൂസ് ചെയ്ത പോലെ അങ്ങനെ എന്തെങ്കിലും വേറെ വേർഡ് ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. 1-2 എക്സാമ്പിൾസ് അങ്ങനെ പറഞ്ഞു തന്നാൽ കൊള്ളായിരുന്നു ഞങ്ങൾക്ക്. അതെ, അതാണ് ഈ റൂള് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അന്ന് ആണോ? അതാണ് എന്റെ ഇത്. ഈസ് മാറും എല്ലാവരും പറഞ്ഞതിലുണ്ട്, സിംഗുലർ പ്ലൂറലും ഒക്കെ. അല്ലാണ്ട് ഈ റൂളിൽ എന്താ പ്രത്യേകത എന്നാണ് എനിക്ക് മനസ്സിലായില്ല. ദിസ് മീൻസ് ഈസ് എഫക്റ്റീവ്. ഈ മാർഗം ഫലപ്രദമാണ്. ദിസ് മീൻസ് ഈസ് എഫക്റ്റീവ്. അപ്പൊ അവിടെ ഈസ് അല്ലേ വന്നത്? ആൾ മീൻസ് ആർ ബീയിങ് ടയേർഡ്. എല്ലാ മാർഗങ്ങളും പരീക്ഷിക്കപ്പെടുന്നു. അപ്പൊ അവിടെ ആൾ മീൻസ് വന്നതുകൊണ്ട് മീൻസ് മനസ്സിലായോ? മാർഗം അതൊക്കെ കോമൺ നൗണിൽ വരുന്നതാണ് കേട്ടോ. ആ കോമൺ നൗണിൽ വരുന്ന വേർഡുകൾ വെച്ചിട്ടുള്ള എക്സാമ്പിൾസ് ആണ് കേട്ടോ ഞാൻ നോക്കിയത്. മിസ് ഒന്ന് പറഞ്ഞു കൊടുക്കോ? എന്റെ കുട്ടി നീച്ചു മിസ്സേ. അതായത് വെർബിനെ നമ്മൾ എങ്ങനെ പ്ലൂറലാക്കാം അറിയോ? വെർബ് എങ്ങനെ പ്ലൂറലാവാം? സബ്ജക്റ്റിനനുസരിച്ചല്ലേ വെർബ് പ്ലൂറലാവാ? ഓൾറെഡി വെർബ് എല്ലാം പ്ലൂറൽ അല്ലേ? നമ്മൾ അതിന് സിംഗുലറൈസ് ചെയ്യാം. അതെ, അപ്പൊ അതൊരു കാര്യം. ഇനി നൗൺ എങ്ങനെയാ പ്ലൂറലാകാം? അതുകൊണ്ട് ഒരിക്കലും ഇത് മറക്കരുത് കേട്ടോ. ഇനി ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് നൗൺ ആണോ വെർബാണോ? നൗൺ ആണ്. അപ്പൊ ഹെഡ് ക്വാർട്ടേഴ്സ് എന്നാണ് പറഞ്ഞെങ്കിൽ ഇതെന്തായി? ഹെഡ് ക്വാർട്ടേഴ്സുകൾ. പ്ലൂറലായോ? പ്ലൂറലായി. അപ്പൊ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? നീ അത് ഒബ്സർവ് യൂസ് ചെയ്യണം. പ്ലൂറൽ യൂസ് ചെയ്യണ്ടേ? ഓക്കെ. അപ്പോ നമുക്ക് ഈ നൗൺസ് സച്ച് ആസ് ബറാക്സ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ കുറച്ച് നൗൺസ് പറയുന്നുണ്ട് അല്ലെ? ഗലോസ്, ഹെഡ്ക്വാർട്ടേഴ്സ്, ഈവനിങ്സ്, ഇതൊക്കെ എന്താണ്? നൗൺസ് ആണെന്ന് പറയാം. ഇന്നിങ് അറിയാലോ, ഒരു നൗൺ ആണിത്. സീരീസ് അതെന്താണ്? ഇല്ല അല്ലെ? സീരീസ് തന്നെയാണ്, ശരിയല്ലേ? അതെ. സ്പീഷ്യസ് ആണെങ്കിലോ അപ്പൊ വർക്ക് ആണെങ്കിലോ അത് സിംഗുലർ അത് വെർബല്ലേ? അപ്പൊ വർക്ക്സ് എന്ന് കണ്ടാൽ എന്താണ്? സിംഗുലർ ആണ്. ഓക്കെ. അപ്പൊ യൂസ് ചെയ്യേണ്ട
verb എന്തായിരിക്കണം? അത് ഓക്സിലറിയോ മൊഡാലോബ് ഒക്കെ ആയിരിക്കും. എന്തായിരിക്കും അപ്പോ? സിംഗുലർ ആവണം. അതുകൊണ്ടാണ് സെക്കൻഡ് എക്സാമ്പിൾ നോക്കി, എ ന്യൂ അയൺ വർക്ക്സ് ഹാസ് ബീൻ. ഹാസ് കൊടുക്കാൻ കാരണം എന്താ? അയൺ വർക്ക്സ് എന്നാ പറഞ്ഞത് അല്ലേ? വർക്ക് എന്താണ്? പ്ലൂറൽ. വെർബ് വർക്ക്സ് സിംഗുലർ വെർബ്. സോ നമ്മൾ ചെയ്തിരിക്കുന്ന ഓക്സിലറി അല്ലെങ്കിൽ മൊഡാൽ വെർബ് എന്താണ്? ഹാസ് ആണ്. ഓക്കെ ക്ലിയർ? ഇനിയിപ്പോ ക്ലിയർ there are several iron works in our state. അവിടെ എന്താണ്? ഒരുപാട് there are several എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട്, ഒരുപാട് വർക്ക്സുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ യൂസ് ചെയ്യേണ്ട ഓക്സിലറി ആർ ആണ്. ഓക്കെ ക്ലിയർ? ഇവിടെ വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. സബ്ജക്റ്റിന്റെയും വേർബിന്റെയും ഒരു എഗ്രിമെന്റ് ആണ് ഈ കോൺവേർഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് തമ്മിലുള്ള കണക്ഷൻ ആണ് നമ്മൾ നോക്കേണ്ടത്. വെർബിന് ബേസ് ചെയ്തിരിക്കും എന്ത് ഓക്സിലറി എന്നായിരിക്കും വരാം. സബ്ജക്റ്റ് ചിലപ്പോ നൗണിന്റെ ബേസ് ചെയ്തിട്ടായിരിക്കും വേർബ് വരാം. ഓക്കെ, അപ്പൊ ആ ഒരു എഗ്രിമെന്റ് ആണ് മനസ്സിലാക്കുക. ചിന്തിക്കുക. ഒരുപാട് കടന്ന് ചിന്തിച്ചാൽ കയ്യിൽ പോകും, കൺഫ്യൂഷൻ വരും. സിമ്പിൾ ആയിട്ട് ചിന്തിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ ആദ്യം കാര്യം മറക്കരുത്. നൗൺ ആണെങ്കിൽ പ്ലൂറൽ ആക്കണമെങ്കിൽ എസ് ആഡ് ചെയ്യണം. വെർബ് ആണെങ്കിൽ എസ് ആഡ് ചെയ്യൽ എന്താകും? സിംഗുലർ ആവാ ചെയ്യും. ആ ഒരു കൺഫ്യൂഷൻ ഇപ്പൊ ഇവിടെ വന്നു എല്ലാവർക്കും ചെറുതായിട്ടാണെങ്കിലും. ഓക്കെ ക്ലിയർ? ഓക്കെ അല്ലേ? അപ്പോ തന്നിരിക്കുന്നത് സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണോ വെർബിനെ ബേസ് ചെയ്തിട്ടാണോ സെന്റൻസ് പോകാൻ നോക്കാം. ഇപ്പോ ഫസ്റ്റ് എക്സാമ്പിൾ അവർ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞത് അത് നൗൺ ആണ്. അതുകൊണ്ട് നമുക്ക് അവിടെ ആരെ യൂസ് ചെയ്യാം. നൗൺ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. നൗൺ ആയതുകൊണ്ട് അത് പ്ലൂറൽ നൗൺ ആയിട്ട് മാറി. ഇനി എ ന്യൂ അയൺ ബോക്സ് ഹാസ് ബീൻ. എന്തുകൊണ്ട് അവിടെ ഹാസ് ബീൻ വന്നു എന്ന് ചിന്തിക്കുമ്പോ സിമ്പിൾ ആണ്. വർക്ക്സ് അത്രയേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണല്ലോ? ഇപ്പൊ ക്ലിയർ ആയി മാം. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് റോൾ നമ്പർ 60. ആരാണ് 16? ആരാണ്? സുമയ്യ. സുമയ്യ. സുമയ്യ ഉണ്ടോ ക്ലാസ്സില്? ഇല്ലല്ലോ, സുമയ്യ ഇല്ലല്ലോ. അപ്പോ റൂൾ നമ്പർ 70. ഉമാ സജീവ്. ആരാണ്? ഉമാ സജീവ്. ഓക്കെ, ഉമ ക്ലാസ്സിലുണ്ടല്ലോ. ഉമാ സജീവ് യെസ് മാം. അറിയാം നമുക്ക്. കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് മാം. ടെൻഷൻ ആവുന്നു. ടെൻഷൻ അടിക്കണ്ട, ഫ്രണ്ട്സ് അല്ലേ, പുറത്തുനിന്ന് collecting nouns such as committee, council, class, crowd, audience, government, gang, congregation, crew, ministry, parliament, assembly, jury, public, and team may be treated as singular or plural and is followed by a singular or plural verb. കളക്റ്റീവ് നൗൺ എന്നാൽ ഗ്രൂപ്പ് ഓഫ് തിങ്സ് എന്നാണല്ലോ. ഇപ്പൊ ഗ്രൂപ്പ് കളക്റ്റീവ് നൗൺസിന് നമുക്ക് സിംഗുലർ ആയിട്ടും പ്ലൂറൽ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം. സിംഗുലർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് വെച്ചാല് ആ മൊത്തം യൂണിറ്റ് നമുക്ക്, അതായത് ഇപ്പൊ ജൂറി എന്ന് പറയുമ്പോൾ കുറച്ച് പേരുണ്ടാവുമല്ലോ. ഇപ്പൊ ഒരു കോമ്പറ്റീഷൻ ഒക്കെ നടക്കുമ്പോൾ അപ്പോ അതില് ജഡ്ജിനൊക്കെ ജഡ്ജിമാരില് ഒരേ അഭിപ്രായമാണെങ്കിൽ അതിൽ നമുക്ക് സിംഗുലർ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ ദ ജഡ്ജ് ഈസ് വെക്കാം നമുക്ക്. അതേസമയം ഇപ്പൊ ജഡ്ജില് അവർക്ക് ജഡ്ജില് അവർക്ക് പല അഭിപ്രായങ്ങളുണ്ടാവും. അപ്പോ നമുക്ക് അവിടെ എന്താണ് പ്ലൂറൽ യൂസ് ചെയ്യാം. അപ്പൊ എന്താന്ന് വെച്ചാൽ എന്താണ്
the jury are divided in their opinion വരും. അപ്പൊ നമുക്ക് അവിടെ 6 യൂസ് ചെയ്ത് ഹലോ കേട്ടു. എന്തിനാണ് എന്തിനാണ് അത് പരിപാടി ഞാൻ വിറയ്ക്കുന്നു. എന്താണ് സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞു. എന്താണ് മനസ്സിലായത്? സിമ്പിൾ ആയിട്ടൊന്ന് പറയുമ്പോ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലായത്? ഒന്നുകൂടി പറയണേ. ഉമ്മ കൂളായി. എന്തിനാ ഭയങ്കര ടെൻഷൻ? കൂളായിട്ട് വേറെ ആരും ക്ലാസ്സിൽ എന്താണ്? ഞാൻ പഠിക്കാതെ വന്നിട്ട് വെറുതെ അടിച്ചു വിട്ടതാണ്. അതുപോലെ നിങ്ങളൊന്ന് പറ, മനസ്സിലായത് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. കൂളാവും. അതല്ലേ ഞങ്ങളല്ലേ അതില് ഇപ്പൊ ജൂറി പറഞ്ഞോ, ഞങ്ങൾക്ക് മനസ്സിലായി. കേട്ടായിരുന്നോ? മനസ്സിലായി. എന്നാലും ഒന്നുകൂടി പറഞ്ഞു. ഇതാ ഒരുപാട് പറയണ്ട, ജസ്റ്റ് അത് എന്താണെന്ന് മാത്രം പറ. ഇപ്പൊ ജൂറി എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഇതാണല്ലോ. അപ്പൊ നമ്മൾ ഒരു കോമ്പറ്റീഷൻ നടക്കുമ്പോൾ സ്റ്റക്ക് ആകുന്നുണ്ട്. എന്താണ് സ്റ്റക്ക് ആകുന്നുണ്ട്. കട്ടായി ഇപ്പൊ ഓക്കെ കേൾക്കുന്നുണ്ടോ മാം? ഹലോ, കട്ടായി കഴിയുന്നു. കേൾക്കുന്നുണ്ടല്ലോ? ഇപ്പൊ കേൾക്കാം, പറഞ്ഞു. അതായത് ഒരു ജൂറി എന്ന് പറയുമ്പോ ഒരു ഗ്രൂപ്പ് ആളുകളാണല്ലോ. അപ്പൊ അവര് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരേ അഭിപ്രായമാണെങ്കിൽ അപ്പൊ നമുക്ക് അവിടെ ദ ജഡ്ജ് ഈസ് എന്ന് വെക്കാം, സിംഗുലർ ആവും. ഇപ്പൊ അവരില് ഇപ്പൊ എന്താണ് പല അഭിപ്രായങ്ങളാണെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ദ ജൂറി ആർ ഡിവൈഡഡ് ഇൻ ദയർ ഒപ്പീനിയൻ. അപ്പൊ അവിടെ നമുക്ക് 6 വരും, പ്ലൂറൽ ആവും. മാം തന്നെ ഒന്ന് വിശദീകരിക്കുക. ഓക്കെ, ഇതില് കോംപ്ലിക്കേഷൻ ആയിട്ട് ഒന്നുമില്ല കേട്ടോ. കളക്റ്റീവ് ആണെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഗ്രൂപ്പ് ഓഫ് തിങ്സ് ഓർ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് വരുമ്പോൾ നമ്മൾ പറയുന്ന ഒരു പേരാണ് ഇത് കളക്റ്റീവ് ആണെന്ന് പറയുന്നത്. കമ്മിറ്റി എന്താണ്? കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ എന്നൊരു ഗ്രൂപ്പിനെയാണ് നമ്മൾ കമ്മിറ്റി എന്ന് പറയുന്നത്. അതുപോലെ ക്ലാസ് ആണെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അത് ക്ലാസ് ആണ്. ഓക്കെ, അതൊക്കെ കളക്റ്റീവ് നൗൺ എന്താണ് നമുക്കറിയാം. സോ കളക്റ്റീവ് നൗൺ യൂസ് ചെയ്യുമ്പോഴും കളക്റ്റീവ് നൗൺ നമുക്ക് പ്ലൂറലായിട്ട് പറയാറുണ്ട് അല്ലെ? ക്ലാസ്സസ് എന്ന് പറയാറുണ്ട്, ക്ലാസുകൾ. ക്ലാസ് കളക്റ്റീവ് നൗൺ ആണെങ്കിലും അത് പ്ലൂറലൈസ് ചെയ്യുമ്പോൾ ഇത് ക്ലാസുകൾ എന്ന് പറയാറുണ്ട് മലയാളത്തില് അല്ലെ? സോ ക്ലാസ്സസ് എന്നാണ് വരുന്നതെങ്കിൽ എന്താകും? ഓക്സിലറീസ് പ്ലൂറൽ ആകും. കമ്മിറ്റി ആണെങ്കിലോ ഒരുപാട് കമ്മിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? അങ്ങനെ വരും. അപ്പൊ കളക്റ്റീവ് നൗണിൽ തന്നെ പ്ലൂറലൈസ് ചെയ്ത് പറയുന്ന നൗൺ ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? പ്ലൂറൽ ഓക്സിലറി യൂസ് ചെയ്യണം, അല്ലെങ്കിൽ യൂസ് ചെയ്യണം. കേട്ടോ, നിങ്ങള് ഒരുപാട് ഇങ്ങനെ ആലോചിച്ച് എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുന്നുണ്ട്. സിമ്പിൾ ആണ് ഇതെല്ലാനും. ഓക്കെ, ഗവൺമെന്റ് ഓക്കെ, ഒരു ഗവൺമെന്റ് നമുക്ക് ഗവൺമെന്റ് ഇപ്പൊ ഒരു ഗവൺമെന്റ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ കൺട്രിയിൽ നോക്കുകയാണെങ്കിൽ എത്ര ഗവൺമെന്റ്സ് ഉണ്ട് അല്ലെ? സോ നമ്മൾ യൂസ് ചെയ്തപ്പോ തന്നെ ഗവൺമെന്റ്സ് യൂസ് ചെയ്തേ. അപ്പൊ എന്തായാലും ഇവിടെ പ്ലൂറൽ യൂസ് ചെയ്യാം. ഓക്കെ, തെറ്റായില്ലേ? ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയി മാം, ക്ലിയർ ആയി. ഓക്കെ, ഇനി നെക്സ്റ്റ് റൂൾ നമ്പർ 18. ജ്യോതി, നമ്മള് റൂൾ നമ്പർ 11 ആൻഡ് റൂൾ നമ്പർ 15. ഇത് 15 അല്ലല്ലോ, ഏത് റൂളാ പറയാതിരുന്നേ? റൂൾ നമ്പർ 16. 11 പറഞ്ഞിട്ടില്ല. 11ഉം 16ഉം പറഞ്ഞിട്ടില്ല. നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഓക്കെ മാം. യെസ്. ഇനി നെക്സ്റ്റ് റൂൾ നമ്പർ 18. 18 ആയിരുന്നു റഷീദ.
റഷീദ ക്ലാസ്സിലുണ്ടല്ലോ. ഇല്ല, ഞാൻ പറഞ്ഞില്ല. അതെ, പേരുണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞില്ല. ഞാൻ അറിഞ്ഞില്ല, ഞാൻ കേട്ടില്ല, ഞാൻ ഉണ്ടായില്ല. എന്താണ് സംഭവം? എന്താ സംഭവിച്ചപ്പോ വയനാട്ടില് റഷീദ എന്നല്ലേ? ഈ ക്ലാസ്സിൽ ഒരു റഷീദേ ഉള്ളോ? അത് സത്യത്തിൽ അറിയത്തില്ല മാം. അറിയില്ല മാം, പക്ഷെ അന്ന് മാമിന്റെ പേര് സെലക്ഷൻ ചെയ്ത അപ്പൊ റഷീദ ആള് ഉണ്ടായിരുന്നു അതിന്റെ ഉള്ളിൽ. അതുകൊണ്ടാണ്. ഇനിയിപ്പോ അവര് മ്യൂട്ട് ആക്കി വെച്ചിട്ട് അപ്പുറത്ത് എന്തെങ്കിലും മാറിയോന്നും അറിയില്ല. ഇപ്പൊ പറഞ്ഞ ആള്. എന്ത് ചെയ്യും? 18 റഷീദ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ പറയാം. ഓക്കെ, കേട്ടോ? ഓക്കെ മാം. ഓക്കെ. ഈ ഗ്രൂപ്പ് റൂൾ നമ്പർ 19 നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. 11, 16, 18 ഇത് 3 നോട്ട് ചെയ്ത് വെക്കണേ. ഓക്കെ, എല്ലാവരോടും കൂടി പറയാണ്. ഇനി ഒരാളില്ലെങ്കിൽ ബുദ്ധിമുട്ടാകും. സോ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. അതൊന്ന് അവരൊന്ന് റിമൈൻഡ് ചെയ്യാം. നെക്സ്റ്റ് റൂൾ നമ്പർ 90 ആരാണ്? ഇവ 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 ക്ലാസ്സിലുണ്ടോ? ഇല്ല, ഇവയില്ല കേട്ടോ. റോൾ നമ്പർ 20 ഫസാന. ഫസാന. ഹലോ മാം, ഞാൻ പ്രിപ്പയർ അല്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞാൽ മതിയോ? എന്തോ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞാൽ മതിയോ? പറയണം. ഓക്കെ ഓക്കെ. ഓക്കെ ഫസാന. റോൾ നമ്പർ 21 ആരഭി. ആരവില്ല. റോൾ നമ്പർ 22 കമറുനിസ. ഓക്കെ മാം, ഞാൻ ഇവിടെ ഉണ്ട്. വെരി ഗുഡ്. പറയൂ. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുള്ളൂ, എന്നാലും ഞാൻ പറയാം. Plural words and phrases used as titles of books take a singular verb. അതായത് ഒരു പുസ്തകത്തിന്റെ പേര് ഒരു പ്ലൂരൽ വെർബ് ആയിട്ട് നമുക്ക് അതിന് തോന്നുമെങ്കിൽ അത് സിംഗുലർ ആയി കണക്കാക്കണം. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഗ്രേറ്റ് എക്സ്പെക്ടേഷൻസ് ഈസ് വൺ ഓഫ് ഡിക്കൻസ് ഗ്രേറ്റ് വർക്ക്. അവിടെ ഗ്രേറ്റ് എക്സ്പെക്ടേഷൻ എന്നുള്ളത് നമുക്കൊരു പ്ലൂരൽ ആയിട്ട് തോന്നും, പക്ഷെ അതൊരു പുസ്തകത്തിന്റെ പേരാണ്. അതുകൊണ്ട് അത് സിംഗുലർ ആയിട്ട് തന്നെ കണക്കാക്കണം. അപ്പൊ അവിടെ നമ്മൾ ഈസ് ആണ് ഉപയോഗിക്കുക. സിംഗുലർ വരുന്നതുകൊണ്ട് തന്നെ സിംഗുലർ വെർബ് ഉപയോഗിക്കണം. മനസ്സിലാവുണ്ടോ മാം? മനസ്സിലായി. അതായത് പേരാണ്. പറഞ്ഞോളൂ. കൂടുതൽ എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ദ ക്രോണിക്കിൾസ് ഓഫ് നാനിയ ഈസ് എ പോപ്പുലർ ഫാന്റസി സീരീസ്. ദ ക്രോണിക്കിൾസ് ഓഫ് നാനിയ എന്നുള്ളത് ഒരു ഫാന്റസി സീരീസ് ആയതുകൊണ്ട് തന്നെ അവിടെ ക്രോണിക്കിൾസ് നമുക്ക് കേൾക്കുമ്പോൾ പ്ലൂറൽ ആയിട്ട് തോന്നുമെങ്കിലും അത് സീരീസിന്റെ പേരായതുകൊണ്ട് തന്നെ അത് സിംഗുലർ ആണ്, സിംഗുലർ ഫോം ആണ്. ഇങ്ങനെ തന്നെയല്ലേ മാം? ഇപ്പൊ കൺഫ്യൂഷൻ വരുന്നുണ്ട്. അതുപോലെ ഗളീവേഴ്സ് ട്രാവൽസ് ഈസ് റിട്ടൺ ബൈ ജോണാഥൻ സ്വിഫ്റ്റ്. അവിടെ ഗളീവേഴ്സ് ട്രാവൽസ് എന്ന് പറയുന്നത് പ്ലൂരൽ ആയിട്ട് തോന്നും, പക്ഷെ അത് ഒരു പേരായതുകൊണ്ട് തന്നെ അത് സിംഗുലർ ആണ്. അവിടെ നമ്മൾ ഈസ് ഉപയോഗിക്കും. ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി. മനസ്സിലായി. അത്ര തന്നെ ഉള്ളൂ. കൺഫ്യൂഷൻ ആയിക്കോ. ടെൻഷനാണ്. എന്തിനാണ് നിങ്ങൾ ടെൻഷൻ എടുക്കുന്നത്? അതാണ് എനിക്ക് അറിയാൻ പാടില്ലാത്തത്. ഞാൻ പെട്ടെന്ന് വന്ന് നോക്കിയോണ്ട് ആകെ ടെൻഷനായി പോയി. ടെൻഷൻ ഇല്ലെന്ന് തോന്നും മാം, പക്ഷെ ഇത് ഓൺ ചെയ്യുമ്പോ അങ്ങോട്ടൊരു പേടി വന്നു. അതാണ്. അത് മാറിക്കോളൂ കേട്ടോ. മനസ്സിലായല്ലോ? എല്ലാവർക്കും മനസ്സിലായില്ലേ? മനസ്സിലായി. മനസ്സിലായി. ഇത്രയേ ഉള്ളൂ. അതായത് ഒരു ബുക്ക് ആണെങ്കിൽ അതിന്റെ പേര് പ്ലൂറൽ ആണെങ്കിൽ സിംഗുലർ ഓക്സിലറി ഒരു ബുക്കല്ലേ ഉള്ളൂ. അതിന്റെ പേര് പലതും നമുക്ക് ഇടാലോ. അപ്പോ ബുക്സിന്റെ പേരാണെങ്കിൽ സിംഗുലർ ആണ്. റൂൾ നമ്പർ 23 ഫാത്തിമ. ഓക്കെ ഫാത്തിമ പറയൂ. അത് റൂൾ നമ്പർ 23 പറയുന്ന വെച്ചാല് എ റിലേറ്റീവ് ക്ലോസ് ബിഗിനിങ് വിത്ത് വാട്ട് യൂഷ്വലി ടേക്സ് എ സിംഗുലർ വെർബ്. അതായത് റിലേറ്റീവ് ക്ലോസ് എന്ന് വെച്ചാൽ നമുക്കറിയാം
റിലേറ്റീവ് പ്രോനൗണ് വരുന്ന ആ ഒരു സെന്റൻസ് തന്നെയാണ്. ഇപ്പോ റിലേറ്റീവ് പ്രോനൗൺ എന്ന വാട്ട്, വിച്ച്, വേറ് അതെല്ലാണ് റിലേറ്റീവ് പ്രോനൗൺ. അപ്പോ ആ ഒരു അങ്ങനെ ഒരു സെന്റൻസ് വാട്ട് വിച്ച് തുടങ്ങുകയാണെങ്കിൽ അതെപ്പോഴും സിംഗുലർ വേർബ് ആയിരിക്കും. എക്സാമ്പിൾ, വാട്ട് യു റിയലി നീഡ് നൗ ഈസ് ആൻ ഹവേഴ്സ് റെസ്റ്റ്. അവിടെ ഈസ് ആണ് വന്നത്, സിംഗുലർ ആണത്. അപ്പോ വാട്ട് വെച്ച് വന്നപ്പോ വാട്ട് റിലേറ്റീവ് പ്രൊണൗണിൽ വാട്ട് എപ്പാണ് വരുന്നത് അവിടെ എപ്പോഴും ഈസ്, ശരിയല്ലേ പറഞ്ഞത്? ഈസ് ആണ് വരിക. ഇപ്പോ പിന്നെ വേറെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ വാട്ട് ഹി വാണ്ട്സ് ഈസ് എ ഗുഡ് ജോബ്. അപ്പൊ അവിടെ ഈസ് എ ഗുഡ് ജോബ് എന്ന് പറയുമ്പോൾ ഒറ്റ കാര്യമാണ്. അപ്പൊ അവിടെ എപ്പോഴും സിംഗുലർ ആണ് വരിക, സിംഗുലർ വേർബാണ് വരിക. മനസ്സിലായ? പറഞ്ഞ മനസ്സിലായ? ആർക്ക് ഡൗട്ട് ഉണ്ടോ പറഞ്ഞത്? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആരും പറയുന്നില്ല. മനസ്സിലായി. അപ്പൊ വേറെ എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ പിന്നെ വാട്ട് ഷീ സെഡ് മേക്ക് സെൻസ്. അവിടെ മേക്സ് ആണ് വരുന്നത്. വാട്ട് ഷീ സെഡ് എന്ന് പറയുന്നത് അതൊരു റിലേറ്റീവ് ക്ലോസ് ആണ്. വാട്ട് വെച്ച് പ്രോനൗൺ വരുന്ന ഒരു ഇതിനെയാണ് റിലേറ്റീവ് ക്ലോസ് എന്ന് പറയാ. അപ്പോ അവിടെ ഒരിക്കലും മേക്ക് വരൂല, മേക്ക് സെൻസ് എന്നാ വരും. അതായത് സിംഗുലർ സബ്ജക്റ്റ് ആണ് വരിക. വാട്ട് വെച്ച് തുടങ്ങുന്ന സെന്റൻസിൽ സിംഗുലർ വേർബാണ് വരിക. സിംഗുലർ വേർബാണ് വരിക. മനസ്സിലായ? ഓക്കെ. ഡൗട്ട് ഉണ്ടോ? സിംഗുലർ ആണ്, അത്രയേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. പഠിച്ചാൽ മതി നിങ്ങൾ. ഓക്കെ. ഡൗട്ട് ഇല്ലാലോ? ഇല്ല, മനസ്സിലായി. ഓക്കെ. ഡൗട്ട് ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയുന്നു കേട്ടോ, നല്ല മനസ്സിലാവും അല്ലേ? സത്യം പറഞ്ഞു. ഓക്കെ, ഇനി ലാസ്റ്റ് റൂൾ നമ്പർ 24. ശാന്തി. ശാന്തി ഇല്ല. ശാന്തി ഇല്ലല്ലോ. ഇല്ല. അപ്പോ ഏതൊക്കെ റൂൾ പോയി പറഞ്ഞേ? ഏതൊക്കെ റൂൾ ഇനി പറയാനുണ്ട് ബാലൻസ്? 11, 16, 18, 19, 20, 21, 24. നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. സോ നെക്സ്റ്റ് ടൈം ഗ്രൂപ്പിൽ ഇൻഫോം ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ വരും ഇത് കമ്പൽസറി ആയിട്ട് പറഞ്ഞിരിക്കണം. ഓക്കെ, ഞാൻ ക്ലാസ് എടുക്കില്ല കേട്ടോ. ഷോ ഓക്കെ. സോ അപ്പോ അതോടുകൂടി നമ്മുടെ ക്ലാസ് കോൺകോഡ് തീർന്നു കേട്ടോ. പ്രത്യേകിച്ചൊന്നും ഇല്ല ഇനി. എക്സസൈസ് ഒന്ന് ചുമ്മാ ജസ്റ്റ് ഒന്ന് നോക്കിയാട്ടോ. ഐദർ റീന ഓർ ഗോപി ഡാഷ് കം. എന്തായിരിക്കും വരാ? കോൺകേർഡ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ആൻസർ ചെയ്യാൻ പറ്റും. അറിയോ? ഐദർ റീന ഓർ ഗോപി. ഹാസ് ആണ്, ഹാവ് ആണ് വരാ? സെക്കൻഡ് സബ്ജക്റ്റ് അല്ലേ? സബ്ജക്ട് നോക്കേണ്ട ആവശ്യമില്ല. ഐദർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാളാണ്. ഓക്കെ, ഹാസ് ആണ്, സിംഗുലർ ആണ്. സോ ഹാസ് ആണ്. Then 100 years. ഇസാണ് മാം. ഇതല്ല മാം. Is ആണ്. It's called a century. Okay. And one of the girls dash was absent today. ആറ്. വൺ ഓഫ് ദ ഗേൾ അല്ലേ? വരുന്നു. Is ആണ് വരാ. One of the girl ആണ്, ഒരു girl ആണ്. So is ആണ് വരാ. All his money dash means small ആണ്. ഞാൻ ചോദിക്കട്ടെ മാം, വൺ ഓഫ് ദ ഗേൾസ് ഈസ് വാസ് അങ്ങനെ അപ്പുറം വരൂ? Is was വരില്ല. സെന്റൻസിന്റെ മിസ്റ്റേക്ക് ആണ്. വാസം was.
ഇവിടെ ആൻസർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഡാഷിന്റെ ആവശ്യമില്ല. അതാണ് ചോദിച്ചത്, വാസ് അവിടെ കൊടുത്തിട്ടുണ്ട്, പിന്നെ എന്താ ചോദിച്ചേ? തെറ്റാണ്. ആ വാസ് അവിടെ വേണ്ട, ബാക്കി കറക്റ്റ് ആണ്. പക്ഷെ നിങ്ങൾക്ക് സംഭവം മനസ്സിലായല്ലോ, അവിടെ സിംഗുലർ ആണ് വരാം. ഓക്കെ, നെക്സ്റ്റ് all his money dash been stolen. ഹാവ് ആണോ? ആയിരിക്കില്ല. ഹാവ്. Have on money ആണ് have on. The students as well as their teacher dash in the library. ആർ As well as ആണ് വരുന്നെങ്കിൽ ഏത് സബ്ജക്റ്റ് നോക്കണ്ടേ? ഫസ്റ്റ് ഓർ സെക്കൻഡ്? നോക്കാണോ? എല്ലാരും നോക്കാണോ? സെർച്ച് ഏതാണ് അസലാസ് ഏതാണ്? അസലാസ് വരുമ്പോ ഫസ്റ്റ് സബ്ജക്റ്റിനാണ് നമ്മൾ നോക്കാം. ഓക്കെ, അപ്പോ എക്സസൈസ് എല്ലാം നോക്കാം കേട്ടോ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. എക്സസൈസ് 1 മനസ്സിലായാലോ? 2 എങ്ങനെയാണ്? Complete the following sentences using the correct pronouns. Shahina and dash the star have to visit grandmother. Pronoun ആണ് യൂസ് ചെയ്യാൻ പറയുന്നത് കേട്ടോ. pronoun ഏതൊക്കെയാണെന്ന് അറിയാമോ നമുക്ക്? ഓ, ഷാഹിന ആൻഡ് അറിയോ? സിസ്റ്റർ ആണോ? ഷാഹിന എന്ന് പറയുന്ന ഗേൾ ആയതുകൊണ്ട് നമ്മുടെ her sister have gone to visit their grandmother or her their ആണ് അവരുടെ ഗ്രാൻഡ് മദറെ കാണാനാണ് their grandmother. ഓക്കെ, അപ്പോ ആ രീതിയിൽ പ്രോണൗൺ യൂസ് ചെയ്യാം. ഹിസ്, ഹർ ഇതൊക്കെയാണ് പ്രോണൗൺ വരാം. ഹി, ഷീ ഇതൊക്കെയാണ് പ്രോണൗൺ എന്ന് പറയാം. they, their. ഓക്കെ, and exercise 3, complete the following sentences with the correct form of the verb given in bracket. Jancy said that she verb form എന്ന് പറയുമ്പോൾ നമ്മുടെ ബി ഫോം മീൻസ് ഇതൊക്കെയാണ് ബി ഫോംസ് എന്ന് പറയുന്നത്. ഈസ്, ആർ, ഇതൊക്കെയാണ് ബി ഫോംസ് വരാം. അതിന് പ്രസന്റ് പാസ്റ്റ് ഒക്കെയാണ് ആ രീതിയിൽ യൂസ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ഈ മോഡലൊന്നും ക്വസ്റ്റ്യൻസ് വരില്ല കേട്ടോ, അപ്പോൾ ടെൻഷനേ വേണ്ട. എക്സസൈസ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, 3 ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. ആൻഡ് ചെയ്യാൻ പറ്റുമോ നോക്കൂ. ഓക്കെ, ചെയ്യാൻ നോക്കൂ. എന്തോ said that പറഞ്ഞു. ഈ said that അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് റെക്കോർഡ് സ്പീച്ച് പറയുമ്പോൾ നിങ്ങൾക്കത് കിട്ടും. ഓക്കെ, ഇതൊക്കെ അങ്ങനെയാണ്, ഇതൊക്കെ റിപ്പോർട്ടിംഗ് ആണ്, കംപ്ലീറ്റ് റിപ്പോർട്ടിംഗ് ആണ്. സോ റിപ്പോർട്ട് സ്പീച്ച് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പൊ ക്ലിയർ ആണല്ലോ? അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സോട് കൂടി നമ്മുടെ കോൺവേർഡ് തീരും. ചിലപ്പോൾ മേ ബി പെട്ടെന്ന് തന്നെ തീരാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഡാറ്റ് ആൻഡ് സ്പീച്ച് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്ത് വെക്കേണ്ടി ചിലപ്പോൾ വരും. ഓക്കെ, അത് സ്റ്റേറ്റ്മെന്റ് ആരായിരുന്നു? ഫസ്റ്റ് ടോപ്പിക് സ്റ്റേറ്റ്മെന്റ്, റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ്. ഇത് ഗ്രൂപ്പ് ഏതൊക്കെ ഗ്രൂപ്പ് ആയിരുന്നു? അല്ല, ഫസ്റ്റ് ഗ്രൂപ്പില് ഞാൻ ചോദ്യമുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കണ്ടീഷൻ സെന്റൻസും ഇല്ല. കണ്ടീഷൻ സെൻസ് പറയാം. എന്തോ യൂണിറ്റ് 9 5 പേരെ ഒന്ന് ഏൽപ്പിച്ചില്ലായിരുന്നു? റസീദയും എന്നാ യൂണിറ്റ് 9 കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാ വെള്ളത്ത് പോവാം. കണ്ടീഷൻ സെന്റൻസ് 4 ആൾ ഞങ്ങൾ ഏറ്റിട്ടുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യൂ, നെക്സ്റ്റ് ക്ലാസ്സിലെ കോൺവേർഡ് കഴിയുമ്പോൾ തന്നെ നമുക്ക് യൂണിറ്റ് 9 പോകാം. അവർ പ്രിപ്പയർ ആയിട്ടിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ആ ടൈമിൽ മിസ് ഞാൻ ഉണ്ടായില്ല, കേട്ടില്ല എന്ന് പറയുന്നത് ഇത് ക്ലാസ് നിങ്ങൾ തന്നെ എടുക്കണം. ഞാൻ എടുത്ത് തരില്ല. തേഴ്സ്ഡേ ഉണ്ട് ഇംഗ്ലീഷ് ക്ലാസ്. ഇനി അൺഎക്സ്പെക്ടഡ് വന്നാൽ പോലും ഞാൻ
തലേ ദിവസം ഞാൻ എന്തായാലും നിങ്ങളെ ഇൻഫോം ചെയ്യും കേട്ടോ. തമ്മനയോടാണെങ്കിലും ഞാൻ ചിലപ്പോൾ പറയാം, മസ്റ്റ് ആയിട്ട് ഞാൻ പറയും. കാരണം ഓൾറെഡി ഇങ്ങനെ പോർഷൻസ് ഡിവൈഡ് ചെയ്ത് തന്നോണ്ട് പെട്ടെന്ന് ഞാൻ കയറി വന്നാൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാകും എനിക്കറിയാം. അതുകൊണ്ട് മാക്സിമം ഞാൻ ഇൻഫോം ചെയ്യും. ഓക്കെ, അപ്പോ നെക്സ്റ്റ് തേഴ്സ്ഡേ ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് ക്ലാസ് തന്നെയാണ്. അപ്പൊ കണ്ടീഷൻ സെന്റൻസ് അവര് പ്രിപ്പയർ ആയിട്ടിരിക്കുക. ആരൊക്കെയാണ്? ആതിര, ഫർസാന, നൗഫൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ 4 പേരും പ്രിപ്പയർ ആയിട്ടിരിക്കുക. അതോട് നമുക്ക് 6 ക്ലാസ്സോട് കൂടി വേഗം തീർക്കാം. ഓക്കെ, ക്ലിയർ? അപ്പൊ കോൺഗേർഡും അവരോട് പറയാം നെക്സ്റ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറയാം. ഓക്കെ, അപ്പൊ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? ക്ലാസ് എടുത്തവർ എന്താണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് പറഞ്ഞേ, എന്ത് തോന്നി? എടുക്കുമ്പോ ആദ്യം പേടിയുണ്ടായിരുന്നു, പറഞ്ഞു പിന്നെ അങ്ങ് ശരിയായിപ്പോയിക്ക് എല്ലാം. ഓക്കെ, മൈൻഡിൽ ഇനി അത് മാഞ്ഞു പോവില്ല മാം. അതിനി ഒരിക്കലും മറക്കൂല. മറക്കില്ല. അപ്പൊ ഇനിയുള്ള ചാപ്റ്റേഴ്സ് ഒന്നും നിങ്ങൾ മറക്കില്ല, കാരണം ഞാനല്ല നിങ്ങളൊക്കെ നിങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പൊ മറക്കാതെ നമുക്ക് പഠിക്കാം, ഒരിക്കലും മറക്കാൻ പാടില്ല. ക്ലാസ് എടുക്കുമ്പോ ടെൻഷൻ അടിക്കരുത്. ഓക്കെ, തെറ്റിയാലും കുഴപ്പമില്ലെന്നേ, ഞാൻ ഹെൽപ്പ് ചെയ്യാൻ ഞാനിവിടെ ഇരിപ്പുണ്ട്. ബാക്കി എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സ് ആണ്, അവരൊക്കെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് ടെൻഷൻ ഒന്നും വേണം, നന്നായി ക്ലാസ് എടുക്കാം. ടീച്ചേഴ്സ് എങ്ങനെയാ ക്ലാസ് എടുക്കുന്നേ അതേപോലെ ക്ലാസ് എടുക്കൂ. നമുക്ക് രസമായിരിക്കും, നിങ്ങൾക്കതൊരു എക്സ്പീരിയൻസും കൂടി ആകും. ഓക്കെ, അപ്പൊ മറ്റുള്ളവർക്കാണെങ്കിൽ കാണുമ്പോൾ അതേപോലെ ക്ലാസ് എടുക്കാൻ തോന്നും. നമുക്ക് എല്ലാവരും ആ രീതിയിൽ ക്ലാസ് എടുക്കും. സോ ക്ലാസ് എടുക്കുന്ന പോലെ തന്നെ നിങ്ങൾ പ്രസന്റ് ചെയ്യാം. ഇത് ചുമ്മാ നിങ്ങൾ ഇപ്പൊ ശരിക്കും പറയുന്നത് നിങ്ങൾ ക്ലാസ് എടുക്കുന്ന പോലെയല്ല ചെയ്യുന്നത് അല്ലെ, ജസ്റ്റ് ഒന്ന് ക്ലാസ്സിൽ പറഞ്ഞു. പക്ഷെ ഇനി അങ്ങോട്ട് ടീച്ചറായിട്ട് വന്ന് ക്ലാസ് എടുക്കാം. ഓക്കെ, അത് ടെൻഷൻ അടിക്കണ്ട, നെർവസ് ആകണ്ട, കൂളായിട്ട് റിലാക്സ് ചെയ്ത് കംഫർട്ടബിൾ ആയിട്ട് ക്ലാസ് എടുക്കാം. ഓക്കെ അല്ലേ? അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിലെ കോൺഗേഡ് കംപ്ലീറ്റ് ആക്കണം. അത് കഴിഞ്ഞാല് ചിലപ്പോൾ ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് ചിലപ്പോൾ നമ്മൾ കോൺഗേഡ് കംപ്ലീറ്റ് ആക്കാം. ചിലപ്പോൾ അതിന് മുന്നേ തന്നെ കോൺഗേഡ് കംപ്ലീറ്റ് ആക്കാം. സോ അതിനുശേഷം നമ്മൾ കണ്ടീഷൻ സെന്റൻസിലേക്ക് പോകുന്നു. അതും പെട്ടെന്ന് പറയുകയാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ ഒരു കാര്യമുണ്ട് എനിക്ക് പറയാനുള്ളത്, നമുക്കൊരു ടോപ്പിക് നിങ്ങൾക്ക് തരാണെങ്കിൽ നമുക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാം. നമുക്ക് ആ ഒരുപാട് കാര്യങ്ങളൊന്നും വേണ്ട. ഓക്കെ, എത്രത്തോളം സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നോ അത്രയും സിമ്പിൾ ആയിട്ട് ക്ലാസ്സിൽ വന്ന് അവതരിപ്പിക്കാം. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയി കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആകും, മൊത്തത്തില് കയ്യിൽ നിന്ന് മൊത്തത്തിൽ പോകും, ഒന്നും മനസ്സിലാകില്ല. അതുകൊണ്ട് എന്താണ് ഇപ്പൊ കണ്ടീഷൻ സെന്റൻസ്, എന്താണ് കണ്ടീഷൻ സെന്റൻസ്, നമ്മളിത് എങ്ങനെ യൂസ് ചെയ്യാം, അത്രയും പറഞ്ഞ് ഞങ്ങൾ ഒതുക്കുക. കാരണം നിങ്ങൾ ബിഗിനേഴ്സ് ആണ്, ഒരുപാട് കാര്യങ്ങൾ അതിനെ കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടാവില്ല. കാരണം ആദ്യമായിട്ട് പഠിക്കുന്നതാണ്. സോ നമ്മൾ ഓൾറെഡി ഒരു കാര്യം പഠിച്ചാണെങ്കിൽ അതിനെ കുറിച്ച് കേൾക്കാൻ നമുക്ക് കുറച്ച് ആഗ്രഹം ഉണ്ടാവും. പെട്ടെന്ന് ഒരു കാര്യം കേൾക്കുമ്പോൾ എത്രത്തോളം സിമ്പിൾ ആക്കാൻ പറ്റും അത്രയും സിമ്പിൾ ആക്കി ക്ലാസ് എടുക്കാം കേട്ടോ. അപ്പൊ ഇനി കണ്ടീഷൻ സെന്റൻസ് 4 പേരുണ്ട്, അവരോടാണ് ഞാൻ പറയുന്നത്. അവരോട് മാത്രമല്ല, അങ്ങോട്ട് ക്ലാസ് എടുക്കുന്നവരോട് കൂടിയാണ് പറയുന്നത്. പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, അത്രയൊന്നും വേണ്ട. കുഞ്ഞു കുട്ടികൾക്ക് നമ്മളെങ്ങനെ ക്ലാസ് എടുക്കാം, അതേപോലെ ക്ലാസ് എടുക്കാം, അവസാനിപ്പിക്കാം. ഓക്കെ, ആയിഷ എന്താ പറയാൻ വന്നല്ലോ? ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ മാം. നമ്മളിപ്പോ ഒരു സ്കൂൾ പോയിട്ട് കമ്മ്യൂണിക്കേഷൻ ആണ് അവർ ചോദിക്കുന്നത്. അത് പഠിക്കാൻ എന്തെങ്കിലും ഒരു എളുപ്പവഴി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരു ഈസി മെത്തേഡ് അങ്ങനെയെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? പിന്നെ അതുപോലെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ എന്തൊക്കെയാണ് നമ്മളൊരു സ്കൂളിൽ ഇപ്പൊ ജോയിൻ ചെയ്യാൻ പോയാൽ ഫസ്റ്റ് നമ്മൾ കേൾക്കുന്നുണ്ടോ മാം? ഞാൻ ഒരു വർഷം സ്കൂൾ വർക്ക് ചെയ്തതാണ്. പക്ഷെ നമ്മോട് ചോദിക്കുന്നതെന്ന് വെച്ചാല് ഫസ്റ്റ് നിങ്ങൾക്ക് കുട്ടികളോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷെ അതിൽ തന്നെ നമ്മള് പകുതി ജീവൻ അങ്ങ് പോകും. മെയിനായിട്ട് വേണ്ടത് ഇപ്പൊ ഏത് സ്കൂളിൽ പോയാൽ നമുക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ആണ് നമുക്ക് നല്ലോണം വേണ്ടത്. എനിക്കൊന്നും അത് തീരെ സത്യം പറയാൻ. ഞാൻ എന്നിട്ട് ഈ വർഷം എന്നോട് സ്കൂളായിട്ട് ലീവ് എടുത്തില്ല, അവര് പറഞ്ഞു ഞാൻ തന്നെ ലീവ് എടുത്തു. എനിക്ക് തന്നെ മാനസികമായിട്ടുള്ള ഒരു പ്രശ്നം, ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാതെ ഞാൻ എങ്ങനെയാ കുട്ടികളെ പഠിക്കാന്ന്. അപ്പൊ അവർ ടെൻഷൻ എനിക്ക് കുറെ കുട്ടികൾ നമ്മളെക്കാട്ടി കൂടുതൽ ഇംഗ്ലീഷ് അറിയുന്ന കുട്ടികളാണ്.
അപ്പൊ അതുകൊണ്ട് നമുക്ക് തന്നെ ഒരു ഓക്കെ സുലേഖ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. എനിക്ക് മനസ്സിലായി ചോദിച്ചാൽ എന്താണെന്ന് മനസ്സിലായി. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, നമ്മൾ എങ്ങനെ ക്ലാസ്സിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ ഒരു ടെൻഷനാണ്, അത് വിട്ടേക്കും. ആദ്യം നിങ്ങൾ ക്ലാസ്സിൽ കയറാണ്, നിങ്ങൾ മലയാളം എന്തൊക്കെയാ സംസാരിക്കുക. അവരെന്തായാലും ഗുഡ് മോർണിംഗ് പറയും, ഗുഡ് മോർണിംഗ് നമ്മൾ പറയുന്നു, സിജോൺ പറയുന്നു. പിന്നെ അങ്ങോട്ട് നിങ്ങൾ എന്തൊക്കെ മലയാളത്തിൽ സംസാരിക്കുകയോ അതൊക്കെ എഴുതി നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ഓക്കെ, നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ട് ഇതിനെല്ലാത്തിനും ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നോക്കി വെക്കുക. എന്നിട്ട് വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യാം. ക്ലാസ്സിലാണ് ഇരിക്കുന്നത്, ഓക്കെ, പ്രാക്ടീസ് ചെയ്യാം. ഇതൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഇതെല്ലാം പറയാം. ആ രീതി തന്നെ പറയാം. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന പോലെ മലയാളം ആ ഒരു ടോണിൽ തന്നെ മാക്സിമം പറയാം. പിന്നെ അവര് എന്തൊക്കെ തിരിച്ചിങ്ങോട്ട് ചോദിക്കാം. നമുക്കറിയാൻ പറ്റും കുട്ടികൾ ഏകദേശം നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്. പുസ്തക വർക്കിംഗ് ആയിരുന്നു, എക്സ്പീരിയൻസ് ഉണ്ട്, എന്തൊക്കെ അവർ ചോദിക്കാം. ആ എല്ലാം നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള എല്ലാ മലയാളവും നമുക്ക് എന്തൊക്കെ തോന്നുന്നു അതെല്ലാം നമ്മൾ നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ട് അതിന്റെ ട്രാൻസ്ലേഷൻ കണ്ടുപിടിച്ച് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ക്ലാസ് മുന്നോട്ട് പോകും. ഓക്കെ, ട്രൈ ചെയ്തു. പിന്നെ നമുക്ക് ഒരുപാട് സോഴ്സ് ഉണ്ട്, യൂട്യൂബിലൊക്കെ നോക്കാം. അപ്പോ എവിടെയൊക്കെ നോക്കിയാലും നമ്മൾ എന്തൊക്കെ റെഫർ ചെയ്താലും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ ഈ നോട്ട്ബുക്കിൽ നമ്മൾ ക്ലാസ്സിലേക്ക് പോകാൻ പാടില്ല. എഴുതി വെച്ച കാര്യം അങ്ങനെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോവാണെങ്കിൽ നമുക്ക് ഒന്നും കിട്ടില്ല. മനസ്സിലായോ? നമ്മൾ ഫസ്റ്റ് ടൈം ആണ് പറയാൻ പോകുന്നത്. സോ നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. പ്രാക്ടീസ് ചെയ്താൽ പോകുന്നെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വായിൽ വരും. നമ്മൾ പറഞ്ഞു പോകും, അറിയാണ്ടാണെങ്കിൽ പോലും നമ്മൾ പറഞ്ഞു. സോ പ്രാക്ടീസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കേട്ടോ. ഓക്കെ മാം, ഓക്കെ. അപ്പോ എന്താണ് ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാല്, ഇപ്പൊ നമ്മള് ക്ലാസ് എടുക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയ എന്റെ അഭിപ്രായമാണ്, അതായത് നമ്മളിപ്പോ പച്ച മലയാളം പറയൂല, അതായത് ഒരു കറക്റ്റ് മലയാളം മീനിങ് പറയുന്നില്ലേ, ഇപ്പം ഇവരൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ പറയുന്നതിനും മറിച്ചിട്ട് നമ്മള് മിക്സ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഈ കറക്റ്റ് മലയാളം പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് മേലോട്ടോ കേൾക്കേണ്ടി വരുന്നു. അങ്ങനെ അപ്പം അതിന് നമുക്ക് അറിയുന്ന കുറേയൊക്കെ നമുക്ക് അറിയുന്ന ഇംഗ്ലീഷ് വേർഡ്സ് ആയിരിക്കില്ലേ. അപ്പൊ ഇംഗ്ലീഷ് വേർഡ്സ് തന്നെ യൂസ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ എനിക്കും ബെറ്റർ ആവും, നമുക്ക് എല്ലാവർക്കും ബെറ്റർ ആവും. അല്ലാണ്ട് നമ്മൾ കറക്റ്റ് മലയാളം പറഞ്ഞിട്ട് ആ മീനിങ്ങിനനുസരിച്ചിട്ട് ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കും, അത് കുറച്ച് ഇതായിട്ട് തോന്നുന്നു. എന്റെ അഭിപ്രായം മാത്രമാണ്. പണ്ടൊക്കെ പുതിയ ക്ലാസ് എടുക്കുന്ന അങ്ങനെയല്ലേ, ഇപ്പോ ജസ്റ്റ് ടെക്സ്റ്റിലുള്ളതൊക്കെ ഒരു സെന്റൻസ്, ഒന്നോ രണ്ടോ സെന്റൻസ് വായിക്കുക, മീനിങ് പറയാം. അത് പച്ച മലയാളം ആയിരിക്കും. ഓക്കെ, നമുക്ക് അറിയാവുന്ന വേർഡ് ആണെങ്കിൽ പോലും നമ്മളതിന് മലയാളം പറയും. ഇത് മണ്ടത്തരാണ്. കാരണം നമ്മൾ പൊതുവെ മലയാളീസ് ആണെങ്കിൽ പോലും നമ്മളെ കുറേയൊക്കെ വേർഡ് നമ്മൾ ഇംഗ്ലീഷ് തന്നെയാണ് യൂസ് ചെയ്യുക, അല്ലെ? സോ അത് അങ്ങനെ തന്നെ പറയാം, അതിന് മലയാളം ഇരിക്കരുത്. കാരണം നമുക്ക് മലയാളം കുറച്ച് അറിയില്ല, അതാണ് സത്യം. പച്ച മലയാളം നമുക്ക് അറിയില്ല. അതുകൊണ്ട് ഒരിക്കലും സെന്റൻസ് വായിച്ചിട്ട് മീനിങ് പറയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അത് എന്താണോ അതൊന്ന് പറഞ്ഞു കൊടുക്കുക. പണ്ടത്തെ രീതി ഒരിക്കലും ഫോളോ ചെയ്യരുത് കേട്ടോ, മണ്ടത്തരാണ്, മുഴുവനും മണ്ടത്തരാണ്. ഏതെങ്കിലും ഒരു സബ്ജക്ട് നമുക്ക് ഓർമ്മയുണ്ട്, ഇംഗ്ലീഷ് ഒരുപാട് നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്. അന്നൊക്കെ എങ്ങനെയാണ്, പാരഗ്രാഫ് തരും, അത് വായിച്ചിട്ട് സെന്റൻസ് വായിച്ചിട്ട് മീനിങ് പറയും. പക്ഷെ ഒരു സെന്റൻസിൽ അല്ല അവിടെ മീനിങ് ഇരിക്കുന്നത്, ഒരു പാരഗ്രാഫ് ആയിരിക്കും. ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു മീനിങ് വരുന്ന ഒരു പാരഗ്രാഫ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ സെന്റൻസ് വായിച്ചിട്ട് മീനിങ് പറയാൻ നിൽക്കുന്നത് പോസിബിൾ അല്ല. പോസിബിൾ എന്ന് വെച്ചാൽ മണ്ടത്തരമാണ്. അതുകൊണ്ട് പാരഗ്രാഫ് ആയിട്ട് പറഞ്ഞിട്ട് ഒരു ബ്രീഫ് ആയിട്ട് നമുക്ക് എന്താണോ മനസ്സിലായത് അത് പറഞ്ഞു, അത് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അതും ഒരുപാട് മലയാളം വേണം. അപ്പോ ഒരുപാട് നമുക്ക് ഡൗട്ട്സ് ആയിട്ട് തോന്നുന്ന വേർഡ്സിന്റെ മലയാളം മാത്രം പറഞ്ഞു, ബാക്കിയൊക്കെ നമുക്ക് അറിയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്ലാസ് ഒക്കെ ക്ലിയർ ആയല്ലോ? ഓർമ്മയുണ്ട്, മറക്കരുത്. എല്ലാം നിങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും ഹാൻഡിൽ ചെയ്യണം. ക്ലാസ് ഗ്രൂപ്പിൽ ഇൻഫോം ചെയ്യുക, ക്ലാസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവാം. ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കാം. ഇപ്പൊ ടീച്ചർ വന്ന് ക്ലാസ് ഇരിക്കുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ലെന്ന് പറയാം, ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഒന്നുകൂടെ പറയാം. ആ ഒന്നുകൂടെ പറയുമ്പോൾ ഫസ്റ്റ് പറഞ്ഞ പോലെ ആയിരിക്കില്ല അവർ പറയാം. അവർക്ക് കുറച്ചൊരു കോൺഫിഡൻസ് കൂടും. മനസ്സിലായി? ഫസ്റ്റ് അവർ ടെൻഷനിലാണ് ക്ലാസ് എടുക്കുന്നതെങ്കിലും ഒന്നുകൂടെ പറയുമോ എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ മനസ്സിലായില്ല, അപ്പൊ കുറച്ചുകൂടെ അവർ അവരുടേതായ രീതിയിൽ അത് പറയാൻ നോക്കും. അപ്പൊ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ. കേട്ടോണ്ടിരിക്കാതെ സപ്പോർട്ട് ചെയ്യാം, ഡൗട്ട്സ് ചോദിക്കാം. അത് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോ വേറെ ഡൗട്ട്സ് ഉണ്ടാകാം, ചോദിക്കാൻ മടിഞ്ഞിരിക്കുകയായിരിക്കും. സോ അങ്ങനെ ചോദിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകുകയും ചെയ്യും. ക്ലാസ് എടുക്കുന്ന
പ്രസന്റ് ചെയ്യുന്ന ആൾക്കാണെങ്കിൽ കുറച്ചുകൂടെ അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനും ഒരു അവസരം കിട്ടും. സോ ആ രീതിയിലൊക്കെ നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ദാറ്റ്സ് ഓൾ. വൈൻഡ് അപ്പ് ചെയ്യാം നമുക്ക്. ഓക്കെ, സൈൻ ഔട്ട് ഒക്കെ ഉണ്ടോ? ഞങ്ങളിപ്പോ അങ്ങനെയൊക്കെയാണ് Teaching is the passion that create all other profession. I want to say thank you for making this class very interesting and interactive. We learned conquered subject and verb agreement. And thank you all my dear friends for taking the class so interesting. And once again, thank you ma'am for this class, very interesting and interactive. Signing out by Aisha. Okay, thank you all. See you on the next class. Bye. Thank you, ma'am. Thank you, ma'am.